ഹലോ നമസ്കാരം, അച്ചൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയണത് ഇന്ന് ഓൾറെഡി നമ്മളൊരു വീഡിയോ എടുത്തു കഴിഞ്ഞു. കഴിഞ്ഞ വീഡിയോ എന്ന് പറയണത് രാവിലെ ഓഫീസിൽ പോകുന്നതിന് മുന്നേ മോർണിംഗ് വ്ളോഗായിട്ട് നമ്മൾ കുറച്ച് നമ്മളുടെ മുളകും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് വൈകിട്ട്, അതായത് 2 ദിവസമല്ല ഇന്നലെ വൈകിട്ട് വന്നിട്ട് കുറേ പണികളുണ്ട്. വൈകിട്ട് വന്നിട്ടെന്നല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ വീഡിയോയിൽ തന്നെ കുറച്ച് ദിവസങ്ങളായി, കുറച്ച് നാളുകളായിട്ട് കുറച്ച് ഉഴപ്പ് കൂടിയുണ്ട്. അപ്പോൾ കുറേ പണികൾ പെൻഡിങ് വന്നു. അപ്പോൾ അതൊക്കെ ഇന്ന് അടിച്ചടിച്ച് തീർക്കണം. കാരണം ഇല്ലെങ്കിൽ നമ്മളെ ചെടികളൊക്കെ കറക്റ്റ് സമയത്ത് പൂവിടുകയുമില്ല. ഫ്രൂട്ട് പ്ലാന്റ്സ് ആണെങ്കിലും കറക്റ്റ് സമയത്ത് കായും കിട്ടില്ല. പിന്നെ ആ സമയത്ത് കിടന്നിട്ട് എൻ്റെ ചെടികൾ പൂവിട്ടില്ല, എൻ്റെ മാവ് പൂത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ ഇങ്ങനെ വിഷമിക്കേണ്ടി വരും. അപ്പോൾ അത് നിങ്ങളും കേൾക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇന്ന് തൊട്ട് കാര്യമായി പണി തുടങ്ങാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മളുടെ തംബ്നെയിലിൽ പറഞ്ഞ പോലെ എന്ത് വില കൊടുത്തും നമ്മൾ ഈ ബോഗൈൻവില്ലകളെ പൂക്കൾ ഇടിയിപ്പിച്ചേ അടങ്ങൂ എന്നുള്ള ഒരു ഇതിൻ്റെ പുറത്ത്, ഒരു ലക്ഷ്യത്തിൻ്റെ പുറത്ത് നമ്മൾ ഇന്ന് ഒരു പുതിയൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. എന്നല്ല, കഴിഞ്ഞ ആഴ്ച വന്നതാണ്, ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഞാനൊരു നമ്മളുടെ യൂട്യൂബുകൾ ഉണ്ടല്ലോ, നമ്മൾ സ്ഥിരം കാണുന്ന ആ യൂട്യൂബുകളിൽ ഒരു TG ഗാർഡനർ എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ്, അപ്പോൾ ആള് കാണിച്ചിട്ടുള്ള ഇതാണ് ഒരു ടാബ്ലറ്റാണ്. ആ ടാബ്ലറ്റ് ഇവിടെ ഞാൻ കൊടുക്കുന്നുണ്ട്, ന്യൂട്രി ടാബ് എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ അവരുടെ ടാബ്ലറ്റ്. അതിൽ ഫുൾ മൈക്രോ ന്യൂട്രിയൻസും, പിന്നെ ഇത് DAP ആട്ടാ, ഇത് ഞാൻ വാങ്ങിച്ച കൂട്ടത്തിലുണ്ടായിരുന്നു, അത് കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ ആ ടാബ്ലറ്റ് നമ്മൾ ഇന്ന് ചെടികൾക്ക് കൊടുക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പിന്നെ പറയാം. പോരാത്തതിന് പിന്നെ നമ്മൾ ഒരു 5 കിലോ എല്ലുപൊടി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കിലോ അല്ല, 2 കിലോ നമ്മളുടെ വേപ്പിൻ പിണ്ണാക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും നമ്മൾക്ക് ഇതെല്ലാം കൂടെ നമ്മളെ ഫ്രണ്ടിൽ എനിക്ക് തോന്നുന്നു ഒരു 50 ചട്ടി ഉണ്ടാവാം. ബോഗൻവില്ലാസ് ഉണ്ട്, വലുതും ചെറുതൊക്കെ ആയിട്ട്. അപ്പോൾ അവർക്കൊക്കെ എല്ലാവർക്കും കൂടെ ഇടാനാണ് കേട്ടോ. ഇത് കൂടുതലാണോ കുറവാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ എന്തായാലും എല്ലാവർക്കും ഇന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് ഇട്ട് തീർക്കണം. കാരണം മിക്കപ്പോഴും എനിക്ക് പറ്റണ ഇതാണ്, ഇത് പോട്ടി മിക്സ് ആട്ടാ, ഇടയില എനിക്ക് കിട്ടാം ഇത്. അപ്പോൾ നമ്മൾ എല്ലുപൊടി വാങ്ങിച്ചു, വേപ്പിൻ പിണ്ണാക്ക് വാങ്ങിച്ചു. പിന്നെ ഞാൻ ഒരു 10 കിലോൻ്റെ ചാക്ക് മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, അത് പോട്ടി മിക്സ് വാങ്ങിച്ചു. കാരണം നമുക്കറിയാം, അല്ലെങ്കിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ട് സമയമില്ല. സമയം മാത്രമല്ല, ഈ മണ്ണൊക്കെ ഇപ്പോൾ ഇനി അതൊക്കെ മിക്സ് ചെയ്ത് ഒക്കെ കിട്ടണമെങ്കിൽ കുറച്ച് എന്താ പറയുക പാടുണ്ട്. നിറയെ പുല്ലും കാര്യങ്ങളൊക്കെ നിറഞ്ഞു. അപ്പോൾ അത് പോട്ടി മിക്സ് സ്വന്തമായി ഉണ്ടാക്കാന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇതാവുമ്പോൾ 10 കിലോൻ്റെ ചാക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ, ഈ 10 കിലോൻ്റെ ചാക്ക് വെച്ചിട്ടാണ് ഞാൻ ഈ 50 ചട്ടിയിൽ മൊത്തം എന്താ പറയുക ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിയിൽ ഞാൻ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അത് വേറെ കാര്യം. അല്ലാതെ വേറെ ഇനി ഞാൻ കുത്തി മറയ്ക്കാനൊന്നും പോകണമെന്നില്ല. അപ്പോൾ ഈ ടാബ്ലറ്റ് എങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. ഇതൊരു 5-ൻ്റെ കലനില്ലേ, നമ്മുടെ ചെറുത്, അത്രയും ഡയമീറ്റർ ഉണ്ട് അതിന്. പിന്നെ ഇതിന് കംപ്ലീറ്റ് ന്യൂട്രിയൻസും, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും, പിന്നെ ഗ്രോത്ത് ഹോർമോണും, പിന്നെന്താ ഫ്ലവറിങ്ങിൻ്റെ ഹോർമോണും, അങ്ങനെ എല്ലാം കൂടെ ഒരു ടാബ്ലറ്റ് രൂപത്തിലാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നമ്മുടെ ചെടിച്ചട്ടിയിൽ മണ്ണ് കുറച്ച് മാറ്റിയിട്ട് അതിൻ്റെ താഴെ ഒരു ഇഞ്ചൊക്കെ ഇതിൽ താഴെ ഇറക്കി വെച്ച് കൊടുക്കുക. ജസ്റ്റ് മണ്ണ് മൂടിയിടുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ വെള്ളം ഒഴിക്കില്ലേ, 2-3 ദിവസം അടുപ്പിച്ച് വെള്ളം ഒഴിക്കണം. എന്നാലാണ് അതൊന്ന് എന്താ പറയുക, അതൊന്ന് അലിഞ്ഞ് നമ്മളുടെ ചെടിക്ക് അതൊക്കെ വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് എന്ന് പറയണത് ആ പയ്യനൊരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്, TG ഗാർഡനർ എന്ന് പറഞ്ഞിട്ടൊരു. അപ്പോൾ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊന്നും അവർ കാണിച്ചിട്ടൊന്നുമില്ല. ഇത് സത്യം പറയുകയാണെങ്കിൽ ഞാനും ഒരു പരീക്ഷണം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാനത് യൂട്യൂബിൽ അടിച്ചു നോക്കിയില്ല, വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ അങ്ങനെയൊന്നും നോക്കിയൊന്നുമില്ല. സാധനം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വാങ്ങിച്ചു. അത് ഈ പറഞ്ഞ മാതിരി പൈസ കുറച്ച് പോയാലും, പൈസ എന്ന് വെച്ചാൽ അത്ര വലിയ പൈസയൊന്നുമല്ല. പക്ഷേ നമ്മൾ ഈ പൂടാൻ വേണ്ടി ഇത്രയധികം പൈസ ചിലവാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയായിരിക്കും. ഇതിന് എനിക്ക് തോന്നുന്നു ഒരു 150, ഒരു സ്ട്രിപ്പ് എന്ന് പറയുമ്പോൾ 10 എണ്ണം,
10 എണ്ണത്തിൻ്റെ ഒരു സ്ട്രിപ്പിന് 150 രൂപയുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ 2 സ്ട്രിപ്പാണ് വാങ്ങിച്ചത്. അപ്പോൾ ഒരു 20 ചെടിക്കുള്ളത് മാത്രം വാങ്ങിച്ചുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കയ്യിൽ ഒരു 50 ചട്ടിയോളം ഉണ്ട്. പക്ഷേ ഞാൻ 20 ചെടിക്ക് ഏറ്റവും എനിക്കിഷ്ടമുള്ള അതായത് പൂത്താൽ എങ്ങനെ ഇരിക്കും നന്നായിരിക്കണ ആ ഒരു 20 എണ്ണത്തിന് ചെയ്യാൻ പറ്റണ മാത്രമാണ് ഞാൻ എന്താ പറയുക വെച്ചിട്ടുള്ളൂ ഈ ടാബ്ലറ്റ്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടില്ലേ, ചില ചെടിച്ചട്ടിയിലൊക്കെ ചെറിയ കുറച്ച് പുല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ചില ചെടിച്ചട്ടികളുണ്ടല്ലോ ഒട്ടും പുല്ല് വന്നിട്ടില്ല ഈ ബോഗൻവില്ലാസിൻ്റെ. അപ്പോൾ അത് പുല്ലൊക്കെ നോർമൽ പ്രൊസീജിയർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്തായാലും നമ്മൾ വളമിടാൻ പോകുന്നതാണല്ലോ. അപ്പോൾ മൊത്തത്തിലൊന്ന് പുല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി എന്താ പറയുക ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മളുടെ മണ്ണൊക്കെ ഒന്ന് ഒരു 1 ഇഞ്ച് 1.5 ഇഞ്ച് ഇതിൽ മണ്ണൊക്കെ ഒന്ന് ഇളക്കി ഇത് ഒരു സൈഡിൽ കുഴിച്ചിട്ടു ടാബ്ലറ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ എല്ലുപൊടി ഞാനിപ്പോൾ ഈ ഒരു അരക്കപ്പില്ലേ, അരക്കപ്പിൻ്റെ ഒരു പാത്രമാണ് കിച്ചണിൽ നിന്ന് എടുത്തോണ്ടുന്നതാണ്. ഇനി അത് തിരിച്ച് കിച്ചണിൽ കൊണ്ടുവയ്ക്കില്ല. അതിൽ നമ്മൾ ഒരു അരക്കപ്പ് മൊത്തം നമ്മൾ ചട്ടിക്കനുസരിച്ച് അത്യാവശ്യം വലിയ ചട്ടിയാണ്, ആ ചട്ടിക്ക് അരക്കപ്പ് ഇട്ടിട്ടുള്ളൂ. ആ ചട്ടിയുടെ സൈഡിൽ കൂടി ഇട്ടു. പിന്നെ കുറച്ച് കപ്പ് പോലും ഇല്ല വേപ്പിൻ പിണ്ണാക്ക് ഇട്ടു. അതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം പറയാം. ഇത് ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, രാവിലത്തെ വീഡിയോയിൽ നമ്മളുടെ വെണ്ട വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. 10 വെണ്ടയുടെ തൈ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ മുന്തിരി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്ന്. മുന്തിരി എന്ന് പറയണത്, മുന്തിരി വാങ്ങിക്കാനുള്ള ഒരു പ്രേരണ എന്ന് പറയണത് നമ്മളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്. ആ ഫ്രണ്ടിൻ്റെ വീട്ടിൽ മുന്തിരി ഉണ്ടായിട്ട് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാലോ നമ്മളുടെ എന്താ പറയുക അങ്ങനെ അസൂയ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ആഗ്രഹം അവരുടെ വീട്ടിലുണ്ടായില്ലേ, അപ്പോൾ പിന്നെ എന്തുകൊണ്ട് എൻ്റെ വീട്ടിൽ ഉണ്ടായിക്കൂടാ എന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ. ആ ചിന്തയിൽ നിന്നാണ് മുന്തിരി വാങ്ങിക്കണമെന്ന് ഒരാഴ്ച 2 ആഴ്ചയോളമായി അവർ ആ ഫോട്ടോ ഇട്ടിട്ട്. അപ്പോൾ തൊട്ട് തുടങ്ങിയതാണ്. പക്ഷേ എനിക്ക് നല്ല വെയിലുള്ള സ്ഥലവും പന്തലിടാനും പറ്റിയ അങ്ങനത്തെ സ്ഥലങ്ങളൊന്നും ഇല്ല. പക്ഷേ ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഇപ്പോൾ തുടങ്ങും പതുക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പന്തൽ ഇങ്ങനെ ഇട്ടിട്ട് പോകാമല്ലോ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ ആൾ വിചാരിച്ചത് അടുത്ത പണി ഞാനിങ്ങനെയാണ് ഇങ്ങനെ ഓരോരുത്തരിലൊക്കെ കാണും, എന്നിട്ട് ഓരോന്നും കൊണ്ട് ചെല്ലും. അത് ഇതെന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ വളരെ കുഴപ്പമില്ല, പിന്നെ ചെയ്യാം, നമുക്ക് സാവധാനം പിന്നെ ചെയ്യാം എന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും പിന്നെ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചു നോക്കും, അത് ചെയ്യാൻ പറ്റുമോ നമുക്ക്, ഇത് ചെയ്യാൻ പറ്റുമോ നമുക്ക്, അങ്ങനെ പതുക്കെ ഇങ്ങനെ അത് ആ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ചോദിക്കണ ആ ഗ്യാപ്പ് കുറഞ്ഞു വരും. അപ്പോൾ പിന്നെ ആൾ വിചാരിക്കും അത് വേഗം ചെയ്ത് കൊടുക്കുകയായിരിക്കും നല്ലത്, ഇല്ലെങ്കിൽ എൻ്റെ തല തിന്നും അങ്ങനെ വിചാരിച്ചിട്ടാണ്. പിന്നെ അത് എങ്ങനെയെങ്കിലും സെറ്റാക്കി തരും. അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് എന്തിനാ ഇട്ട് കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ എല്ലുപൊടി ഉണ്ടല്ലോ. ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ഈ വീഡിയോ എടുക്കാനായിട്ട് ഈ സാധനങ്ങളൊക്കെ നമ്മൾ സിറ്റൗട്ടിൽ കൊണ്ടുവച്ചു. വേപ്പിൻ പിണ്ണാക്കാണെങ്കിലും എല്ലുപൊടി ആണെങ്കിലും ഇതെല്ലാം കൊണ്ടുവച്ച് കഴിഞ്ഞപ്പോൾ നമ്മളുടെ കൂക്കിയും ചക്കയുണ്ടല്ലോ, ഇവർ അപ്പോൾ തൊട്ട് തുടങ്ങിയത്. അത് കൊണ്ടുവച്ചിട്ടാണ് ഞാൻ സ്റ്റാൻഡ് എടുക്കാനും ക്യാമറ എടുക്കാനും അതെല്ലാം പോയി ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ഇവരിതിൻ്റെ ചുറ്റും കിടന്ന് കറക്കണു. കൂക്കി ഓൾറെഡി എൻ്റെ എല്ലുപൊടിയുടെ ഇതുണ്ടല്ലോ കവർ ഓൾറെഡി പൊട്ടിച്ച് അവൾ നക്കലും കഴിഞ്ഞു. അപ്പോൾ ഇതാണ് എല്ലുപൊടി ഇട്ടാലുള്ളാത്ത അവസ്ഥ. അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ല് കൊണ്ട് നമ്മളുടെ വീട്ടിലിപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഗേറ്റൊക്കെ അടച്ചിടുന്നതുകൊണ്ട് പട്ടി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വരില്ല. പക്ഷേ പെരിച്ചാഴി അല്ലെങ്കിൽ നിങ്ങളോട് ഞാൻ പറയാറുണ്ടല്ലോ, പെരിച്ചാഴിയുടെ ഭയങ്കര ശല്യമാണ്. എന്നാണ് എൻ്റെ മിളകുകളും മറ്റു സാധനങ്ങളൊക്കെ എന്ന് ഞാൻ പേടിച്ചിട്ടാണ് പോയി നോക്കാം ഏതാണ് ഇന്ന് കുത്തിയിട്ടിരിക്കണതെന്ന്, അതുപോലത്തെ ശല്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ നമ്മളുടെ കടയിൽ പറഞ്ഞപ്പോൾ, അത് വാങ്ങിക്കണ കടയിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വേപ്പിൻ പിണ്ണാക്ക് കുറച്ച് പെരിച്ചാഴിക്ക് കുറച്ചൊരു ഇതുണ്ടാവും. അത് വിചാരിച്ചിട്ട് വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒട്ടും വരില്ല എന്നല്ല, അതിൻ്റെ മണം അത്ര ഇഷ്ടമല്ല പെരിച്ചാഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ എല്ലുപൊടി മാത്രമാണ് ഇടാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലുപൊടി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് കുറച്ച് ഇട്ടു. അപ്പോൾ വേപ്പിൻ പിണ്ണാക്ക് ഇടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമൽ പോട്ടി മിക്സ്, ഇപ്പോൾ നമ്മൾ വളമിട്ട് കഴിഞ്ഞാൽ പോട്ടി മിക്സ് നമ്മൾ മുകളിൽ കൂടി ഇടുമല്ലോ. അപ്പോൾ ആ പോട്ടി മിക്സിൽ എന്താ ഉണ്ടാവുക, ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്. അപ്പോൾ അത് ഓൾറെഡി ഉണ്ടാവും. അതിൽ നിന്ന് ഞാൻ ചാണകപ്പൊടി മാത്രം മാറ്റിയെന്നുള്ളൂ. കാരണം ഇപ്പം തന്നെ കണ്ടില്ലേ എൻ്റെ ബോഗൻവില്ലാസ് നിൽക്കണ കണ്ടു കഴിഞ്ഞാൽ ഏതോ മറ്റേ ഇലച്ചെടി നിൽക്കണ പോലെ അത്ര അധികം ഇലകളാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വയ്യ, എനിക്ക് ഇവർ വെള്ളം ഒഴിക്കാതെ നിർത്താനേ പറ്റില്ല. എനിക്കറിയാം ഞാൻ എന്തൊക്കെ ചെയ്താലും നോക്കിക്കോ
ഇപ്രാവശ്യവും പൂക്കൾ ഉണ്ടാവില്ല, ഇല മാത്രമേ ഉണ്ടാവുള്ളൂ. പൂക്കൾ വല്ലപ്പോഴും 1-2 പൂക്കൾ ഉണ്ടാവുള്ളൂ. എനിക്ക് അതങ്ങനെ അവരങ്ങനെ ഉണക്കി നിർത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ല, നമുക്കറിയാം, നമ്മൾ പറയുന്ന കേട്ടിട്ടില്ലേ യൂട്യൂബിലൊക്കെ, അപ്പോഴും അത്രയും സ്ട്രെസ് കൊടുക്കണം ഉണങ്ങാറായ പോലെ. പിന്നെ എന്നിട്ട് ഉണങ്ങാറായ പോലെ ആക്കിയിട്ട് നമ്മൾ ഓസിൽ വെള്ളം ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ അവരുടെ ഇലകളുണ്ടല്ലോ കൊഴിഞ്ഞു വീഴണമെന്ന് മഞ്ഞച്ചിട്ട്. അപ്പോൾ അത്രയും സ്ട്രെസ് കൊടുത്താലാണ് നന്നായി നിറയെ പൂവ് ഉണ്ടാവുള്ളൂ. എനിക്ക് അത്രയും ക്ഷമയൊന്നുമില്ല കേട്ടോ. ഞാനതൊക്കെ ഒന്ന് വാടി നിൽക്കണ കാണുമ്പോഴേ എനിക്ക് വിഷമാവും. ഞാൻ ദൈവമേ ആയിട്ടുള്ള വാടി ഉണങ്ങിപ്പോയാലോ വെച്ചിട്ട് ഞാൻ വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വിറ്റുകൾ ഇങ്ങനെ നിൽക്കണത്, ഇങ്ങനെ പുഷ്ടിച്ച്. ഇനിയിപ്പോൾ ഇവർക്ക് ഈ പറഞ്ഞ മാതിരി ഇല കൂടുതലും പൂക്കൾ കുറവാണ് എൻ്റെ ബോഗൻവില്ല. കഴിഞ്ഞ കൊല്ലം ഇങ്ങനെ, ഇക്കൊല്ലം ഇതൊക്കെ തന്നെ ഗതി. പിന്നെ ഈ ബോഗൻവില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിലില്ല, ഇത് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത ബോഗൻവില്ല. ഇത് ഞാൻ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ഗ്രാഫ്റ്റിങ്ങിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഇതും അല്ലാതെ വേറൊരു ചട്ടിയും കൂടി ഉണ്ട്, അത് ഞാൻ ഈ വഴി പോണ വഴിയിൽ കാണിക്കാൻ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്തത് 2-3 ടൈപ്പ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പിങ്കാണ് മദർ പ്ലാന്റ്, അതുമല്ലാണ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 2-3 തണ്ട് വൈറ്റ് ഉണ്ടായിരുന്നു, ചില്ലി ഉണ്ടായിരുന്നു, ചില്ലി റെഡ് ഉണ്ടായിരുന്നു, ചില്ലി യെല്ലോ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കറിയില്ല, എനിക്കിതിൻ്റെ പൂ ഇപ്പോൾ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പിങ്ക് തന്നെയാണ്, ചില്ലി റെഡ് തന്നെയാണ് പിടിച്ചിരിക്കണമെന്ന് തോന്നുന്നുണ്ട്. വൈറ്റ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായാണ്. എങ്ങനെയായാലും പൂ ഇടുമ്പോൾ ഞാൻ കാണിക്കാം. പിന്നെ ഇതിൻ്റെ കടയിലൊക്കെ ഇതിപ്പോൾ ഇന്ന് രാവിലെ എടുത്തതാട്ടോ ഈ വീഡിയോ. കാരണം ഇന്നലെ വൈകിട്ട്, അതായത് ഇത് ഇട്ടതിന് ശേഷം നന്നായി വെള്ളം അടിച്ചു കൊടുക്കണം. നന്നായി ഓസിൽ ഞാൻ സത്യത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിട്ട് കഴിഞ്ഞ് നന്നായി ഇളക്കി കൊടുക്കാം മണ്ണ്, എന്നിട്ട് നനച്ച് കൊടുക്കുക ചെയ്യാം. പക്ഷേ എനിക്ക് വൈകിട്ട് ഇന്നലെ ഇതിപ്പോൾ ഒരു 6 മണി 6:15 ആയിട്ടുണ്ട് എൻ്റെ ഈ പണി കഴിഞ്ഞപ്പോൾ. 5:45 ആകുമ്പോൾ തന്നെ ഇപ്പോൾ ഇരുട്ടാവുക. അപ്പോൾ അതുകൊണ്ട് ലൈറ്റൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് വീഡിയോ എടുക്കാമെന്നല്ല, ചെടിയുടെ കട കാണാനേ ലൈറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു പക്ഷെ ഞാൻ ഇത് കഴിഞ്ഞിട്ടാണ് നിർത്തിയുള്ളൂ. കാരണം ഇത് മുകളിലിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ പിറ്റേ ദിവസം വരുമ്പോഴേക്കും ഇതൊക്കെ മാന്തിയിട്ടുണ്ടാവും. ഇവരെ കുക്കിയും മാത്രമല്ല ഈ എലിയും മറ്റു സാധനങ്ങളും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നനച്ച് മിക്സ് ചെയ്യണ്ട. ഇതൊന്നും മിക്സായിട്ട് പോലും ഇല്ല കേട്ടോ. ഇന്ന് രാവിലെ എടുത്തപ്പോൾ ഇന്നലെ വൈകിട്ട് ഞാൻ ചെയ്തിട്ട് മിക്സ് ആക്കിയിട്ടില്ല. മിക്സ് ആവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് വയ്യാണ്ടായിട്ട് ഞാൻ എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഓസ് നല്ല ഓസിൽ വെള്ളം ഉണ്ടല്ലോ ഇങ്ങനെ അടിച്ചിങ്ങനെ ഇതാക്കി. അപ്പോൾ ഇളകൂലോ. ഇതൊക്കെ കുറച്ച് ഹൈറ്റിലായിരിക്കണം. എനിക്കിത് കാണാനേ പറ്റുന്നുണ്ടായിരുന്നില്ല ഇന്നലെയുള്ള എപ്പോഴും കാണാൻ പറ്റില്ല. ഞാൻ മറ്റേ സെൽഫി സ്റ്റിക്ക് വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് അതിൻ്റെ താഴെ നോക്കിയിട്ട് ഇപ്പോൾ ഇതൊക്കെ പിടിച്ചത്. അപ്പോഴാണ് ഇത് കണ്ടുപിടിക്കണത്. അപ്പോൾ ഇനി വൈകിട്ട് ആകുമ്പോഴേക്കും വല്ല കാക്കയോ എന്തൊക്കെയോ കൊത്തുമോയെന്നറിയില്ല. ഇനി ചെന്നിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തിടാൻ. അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ആക്ച്വലി ഇത് ഇട്ടതിന് ശേഷം ഞാൻ ഇടയിൽ മിസ്സാക്കി ഈ എല്ലുപൊടി, വേപ്പിമിണ്ണാക്ക്. അതിന് ശേഷം ഞാൻ ഈ പോട്ടി മിക്സ് അതിൻ്റെ മുകളിൽ ഒരു 2-3 കപ്പ്, അതായത് ഒരു കപ്പ് എല്ലുപൊടി, പിന്നെ ഒരു കുറച്ച് 1/4 കപ്പ് വേപ്പിമിണ്ണാക്ക്, അത് കഴിഞ്ഞിട്ട് ഒരു 2-3 കപ്പ് പോട്ടി മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മുകളിൽ. ഇതാണ് മറ്റേ ഗ്രാഫ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ ഒരെണ്ണം കൂടെ ഗ്രാഫ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഏത് പൂവാണ് ഉണ്ടാവണേന്ന് അറിയില്ല കേട്ടോ, നോക്കാം. അപ്പോൾ അങ്ങനെ എൻ്റെ ഗ്രാഫ്റ്റിങ് സക്സസ് ആയതാണ്. ഇക്കൊല്ലാണ് പക്ഷേ പൂവ് ഉണ്ടാവണത്. കഴിഞ്ഞ വർഷം തണുപ്പ് കാലത്താണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഈ ചട്ടികളൊക്കെ നമ്മളുടെ പൂവ് ഇട്ട് വരുന്നുണ്ട്. പക്ഷെ എന്താണെന്നറിയോ, എൻ്റെ മാത്രം പ്രശ്നമില്ല, കാലാവസ്ഥയുടെയും കൂടെ പ്രശ്നമുണ്ട്. കാരണം ഇപ്പോൾ നോക്കിയപ്പോൾ രാവിലെയൊക്കെ നല്ല വെയിലാണ്, പക്ഷേ വൈകിട്ടാകുമ്പോഴേക്കും ഇത് നമ്മളുടെ മിസ് വേൾഡ് കഴിഞ്ഞ പ്രാവശ്യം നിറയെ പൂക്കളുമായിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ എനിക്ക് മനസ്സിലാവേണ്ടത് കണ്ടേ ഈ എല്ലാ ചട്ടികളും ഒരേപോലെ ഇരിക്കണത്. പിന്നെ മനസ്സിലാവേണ്ടായിരുന്നില്ല ഇതിലേതാ മിസ് വേൾഡ് ഇതിലേതാ വൈറ്റ് എന്ന്. പക്ഷെ ഇപ്പോൾ ഫസ്റ്റ് നന്നായി പൂത്തത് നമ്മുടെ മിസ് വേൾഡ്. ഇത് മിസ് വേൾഡാണ്, പക്ഷേ ഇതിൻ്റെ ആ കളറ് വരുന്നില്ല. എനിക്ക് തോന്നുന്നു ആ വെയിലിൻ്റെ ഇതൊക്കെയാണ് പ്രശ്നം. നമ്മളുടെ സ്ഥലത്ത് വെയിൽ ഭയങ്കര പ്രശ്നമാണ്. ഈ ബൊഗൈൻവില്ലാസിന് സത്യത്തിൽ ടെറസിൻ്റെ മുകളിൽ വെക്കാൻ വെച്ചാൽ നന്നായി നല്ല സൂപ്പറായിട്ട് പൂവുണ്ടാവും. പക്ഷെ അതിൻ്റെ മുകളിൽ ആര് പോയി നനയ്ക്കും, അതാണ് പ്രശ്നം. പിന്നെ ഇതിൽ നമ്മളുടെ കൂട്ടിൽ ഒരു കിളി, കൂട്ടിലല്ല നമ്മൾ ചട്ടിയിൽ ഒരു കൂട് കൂട്ടിയിട്ടുണ്ട് കിളി. അതിൽ ഓൾറെഡി വന്ന് കുഞ്ഞു വിരിഞ്ഞ് ഒക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ ആദ്യമേ വന്ന് മുട്ടയിട്ട് വെച്ചു. അപ്പോൾ നമ്മളുടെ കൂക്കി എന്തോ കുറുമ്പ് കാണിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. കുറുമ്പൊന്നുമല്ല, നേരത്തെ കുറേ നമ്മൾ അതിൻ്റെ ടാബ്ലറ്റ് പൊളിച്ചില്ലേ, അതിൻ്റെ കുറേ ചപ്പുചവറുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ എടുത്തു. പക്ഷേ വീണ്ടും എവിടെ നിന്നോ എന്തോ കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു ചെടി നമ്മുടെ ടെടി നോക്കിയിരിക്കുന്നുണ്ട്, ഞാൻ വീഡിയോ എടുക്കണതൊക്കെ ഇങ്ങനെ നോക്കി വീക്ഷിച്ചിരിക്കുക. അപ്പോൾ ഈ ചെടികളാണ് ഇനി ഇന്നത്തെ ഈ ഭാഗത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ ചെടികളെല്ലാം പൂത്ത് എന്താ പറയുക നിറയെ പൂക്കളാകുമ്പോഴാണ് ഞാൻ ഗാർഡൻ ടൂർ ചെയ്യുക. അപ്പോൾ ഇപ്പം നോക്കി വെച്ചോ നിങ്ങൾ എത്ര പൂക്കളുണ്ടെന്ന്. ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾ കൊതിക്കും ഇതൊക്കെ കാണുമ്പോൾ. അതാണ് എൻ്റെ ആഗ്രഹം, നിങ്ങളെ കൊതിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയണത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ ബൈ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.